ക്രിസ്തുവിനെ സ്വീകരിച്ചതിന് 22-കാരിയെ മുസ്ലിം ബന്ധുക്കൾ മർദ്ദിച്ചു. മൂക്ക് തകർത്തു. യേശുക്രിസ്തുവിനെ രക്ഷകനും ദൈവവുമായി സ്വീകരിച്ചതിന് മുസ്ലിം ബന്ധുക്കൾ 22-കാരിയായ യുവതിയെ ക്രൂരമായി മർദ്ദിച്ചു. ആക്രമണത്തിൽ യുവതിയുടെ മൂക്ക് തകർന്നു. മെയ് 28 സൊമാലിയയിലെ തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ജൂബാലാൻഡിലെ ഹാഗറിന്റെ പ്രാന്തപ്രദേശത്തുള്ള സോഫിയ അഹമ്മദിക്കാണ് വിശ്വാസത്തിന്റെ പേരിൽ ആക്രമണം നേരിടേണ്ടി വന്നത്. ഒരു ക്രിസ്ത്യൻ യോഗത്തിൽ നിന്ന് സുവിശേഷം പഠിച്ച ശേഷം സോഫിയ മാർച്ച് 25-ന് ക്രിസ്തുവിനെ സ്വീകരിച്ചു. ഇതിനുശേഷം സോഫിയ വെള്ളിയാഴ്ചത്തെ മുസ്ലിം പള്ളി പ്രാർത്ഥനയ്ക്ക് വരാത്തതിന് മാതൃ സഹോദരനായ ഷെരീഫ് സോഫിയെ വീട്ടിൽ സന്ദർശിച്ചു. താന് വീട്ടിൽ നിന്ന് അകലെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായതുകൊണ്ടാണെന്ന് അവൾ പറഞ്ഞു. ഷെരീഫ് പല തവണ സോഫിയയെ സന്ദർശിച്ചു. ആ സമയങ്ങളിൽ ക്രിസ്തുവിനെ പങ്കുവയ്ക്കുവാൻ അവൾ ധൈര്യപ്പെട്ടു. അമ്മാവന് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. പ്രതികരിക്കാതെ അദ്ദേഹം പോയി. മെയ് 28-ന് ഷെരീഫ് മറ്റ് 3 പുരുഷ ബന്ധുക്കളെയും കൂട്ടി സോഫിയയെ സന്ദർശിച്ചു. അവർ സോഫിയയോട് ഇസ്ലാം മതം വിട്ട് ക്രിസ്തുമതത്തിൽ പോയില്ലേ എന്ന് ചോദിച്ചു. അവൾ പ്രതികരിച്ചില്ല. ബന്ധുക്കൾ അവളെ വടികൊണ്ട് അടിക്കുകയും മൂർച്ചയേറിയ വസ്തുകൊണ്ട് മർദ്ദിക്കുകയും ചെയ്തു. മൂക്കിൽ ശക്തിയേറിയ അടിയേറ്റതിനാൽ മൂക്ക് തകർന്ന് രക്തം വാർന്നു. ബഹളം കേട്ട അയൽക്കാർ ഓടിയെത്തി അക്രമികളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. എന്നാൽ സോഫിയയുടെ മാതാപിതാക്കൾ ഇടപെട്ട് അവരെ വിട്ടേക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ സോഫിയയെ ലോവർ ജുബയിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ അവൾക്ക് 2 ശസ്ത്രക്രിയകൾ നടത്തി വൈദ്യപരിശോധന തുടരുന്നു. ഇത്രയും ആക്രമണങ്ങൾ ഉണ്ടായിട്ടും സോഫിയ കർത്താവിനെ കൈവിടാതെ വിശ്വാസം മുറുകെ പിടിക്കുകയാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കുക. അവർ സോഫിയയോട് ഇസ്ലാം മതം വിട്ട് ക്രിസ്തുമതത്തിൽ പോയില്ലേ എന്ന് ചോദിച്ചു. അവൾ പ്രതികരിച്ചില്ല. ബന്ധുക്കൾ അവളെ വടികൊണ്ട് അടിക്കുകയും മൂർച്ചയേറിയ വസ്തുകൊണ്ട് മർദ്ദിക്കുകയും ചെയ്തു. മൂക്കിൽ ശക്തിയേറിയ അടിയേറ്റതിനാൽ മൂക്ക് തകർന്ന് രക്തം വാർന്നു. ബഹളം കേട്ട അയൽക്കാർ ഓടിയെത്തി അക്രമികളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. എന്നാൽ സോഫിയയുടെ മാതാപിതാക്കൾ ഇടപെട്ട് അവരെ വിട്ടേക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ സോഫിയയെ ലോവർ ജുബയിലെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ അവൾക്ക് 2 ശസ്ത്രക്രിയകൾ നടത്തി വൈദ്യപരിശോധന തുടരുന്നു. ഇത്രയും ആക്രമണങ്ങൾ ഉണ്ടായിട്ടും സോഫിയ കർത്താവിനെ കൈവിടാതെ വിശ്വാസം മുറുകെ പിടിക്കുകയാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കുക.